you were born in Trivandrum. Have you ever been to the Kuthira Malika Palace? No, I haven't. Me either. What a small world. നമ്മുടെ കുതിരമാളിയെക്കുറിച്ച് ബിഗ് ബാങ് തിയറിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന കുതിരമാളിക 1840-കളിൽ സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ച കൊട്ടാരമാണ്. പാലസിന്റെ ചുറ്റുമതിലുകൾ അഡോൺ ചെയ്യുന്ന 122 മരക്കുതിരകളിൽ നിന്നാണ് കുതിരമാളികയ്ക്ക് ഈ പേര് വരുന്നത്. കുതിരമാളിക അല്ലെങ്കിൽ പുത്തൻമാളിക ട്രഡീഷണൽ കേരള ആർക്കിടെക്ചറിന്റെ ഒരു പെർഫെക്റ്റ് ഷോക്കേസിംഗ് ആണ്. തഞ്ചാവൂർ ശില്പികളുടെ മേൽനോട്ടത്തിൽ 5000-ഓളം വരുന്ന വിശ്വകർമാക്കൾ ചേർന്നാണ് കുതിരമാളിക പണി കഴിപ്പിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ ചുമരുകളിലും റൂഫുകളിലും തടി കൊണ്ടുള്ള ഇൻട്രിക്കേറ്റ് കാർവിങ്സ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ വുഡൻ പീസസിൽ ഒരിടത്തും ആണി കൊണ്ടുള്ള ഒരു ജോയിന്റ് പോലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇന്റർലോക്കിംഗ് ടെക്നിക് വെച്ച് വളരെ എഫിഷ്യൻ്റായി ചെയ്തിരുന്നവയാണ് ഇവയെല്ലാം. കൊട്ടാരത്തിന്റെ ഫ്ലോർ ഉണ്ടാക്കിയിരിക്കുന്നത് ചുണ്ണാമ്പ്, മുട്ടയുടെ വെള്ള, ചിരട്ടക്കരി തുടങ്ങിയ ഓർഗാനിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ഈ കൊട്ടാരത്തിലെ ഓരോ മുറിയും ഓരോ തീമിലാണ് ആർട്ട് വർക്ക് ചെയ്തേക്കുന്നത്. സ്വാതി തിരുനാളിന്റെ പെട്ടെന്നുള്ള വിയോഗത്തിന് ശേഷം 150 വർഷങ്ങളോളം അടച്ചിട്ടിരുന്ന കുതിരമാളിക 1995 ഏപ്രിലിൽ പബ്ലിക്കിന് വേണ്ടി രാജകുടുംബം തുറന്നു കൊടുത്തു. 80 മുറികളുള്ള ഈ കൊട്ടാരത്തിലെ 20 എണ്ണം ഇപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ ആണ്. കൊറോണയ്ക്ക് മുന്നേ വരെ ഇവിടെ സ്വാതി തിരുനാളിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്വാതി തിരുനാൾ സംഗീതോത്സവം സംഘടിപ്പിച്ചിരുന്നു. കുതിരമാളികയുടെ ഒരു വശം ഇപ്പോൾ പാലസ് മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മ്യൂസിയത്തിലെ ഡിസ്പ്ലേ പീസസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഈ കാണുന്ന ഐവറി ത്രോണും ക്രിസ്റ്റൽ ത്രോൺ. ഇതുകൂടാതെ ഹിസ്റ്റോറിക് പെയിൻറ്റിങ്സ്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, പലതരത്തിലുള്ള സ്റ്റാച്യൂസ് തുടങ്ങി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ട്രാവൻകൂർ ഹിസ്റ്ററിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് കുതിരമാളിക വിസിറ്റ് ചെയ്യാം.